ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെമ്മീൻ ചമ്മന്തിപ്പൊടി പെട്ടെന്ന് എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വേറെ ഒരു കറിയും ഇല്ലെങ്കിൽ നമുക്ക് ഒരു കലം ചോറുണ്ണാനും ഈ ഒരു ചമ്മന്തിപ്പൊടി മാത്രം മതി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 10 രൂപയുടെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഒരുപാട് അഴുക്കും മണ്ണൊക്കെ കാണും. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ 1-2 വെള്ളത്തിൽ കഴുകി എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിത് നല്ലതുപോലെ 2 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വരാം. കഴുകാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് 1-2 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയിടുക. ഒരുപാട് മണ്ണും അഴുക്കുകളൊക്കെ കാണും. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. 2 വെള്ളം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളമൊക്കെ പോകാനായിട്ട് നമുക്കത് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. ഈ വെള്ളമെല്ലാം തോന്ന് വരട്ടെ. ഈ സമയത്ത് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുക്കാനായിട്ട് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ തേങ്ങയും കൊഞ്ചുപൊടിയും കൂടി ചേർത്താണ് വറുത്തെടുക്കുന്നത്. ചിലർ എണ്ണയൊക്കെ ഒഴിച്ച് കൊഞ്ചുപൊടി സെപ്പറേറ്റ് ആയിട്ട് വറുക്കാറുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചാൽ കുറച്ച് സമയം എടുക്കും നമ്മളത് വറുത്തെടുക്കാനായിട്ട്. നമ്മൾ കൈവിടാതെ ഇളക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് ഇളക്കി കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാവും. കരിയാതെ നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രം മതി. ആ വെള്ളമൊക്കെ ഒന്ന് മാറി വന്ന ഉടനെ തന്നെ നമുക്കൊരു 10 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിയണം. നമ്മൾ മിക്സിയുടെ ജാറിലാണ് അരച്ചെടുക്കുന്നത്, അമ്മിയിലല്ല. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങയ്ക്കനുസരിച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന തേങ്ങയുടെയും കൊഞ്ചുപൊടിയുടെയും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പുളിയുടെ അളവ് നോക്കിയെടുക്കുക. തേങ്ങ ഒന്ന് ഗോൾഡൻ കളറായി തുടങ്ങിയാൽ നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മൾ പൊടികൾ ഇടുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും. ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അമ്മിയിലൊക്കെ അരയ്ക്കുന്ന സമയത്ത് എണ്ണയൊന്നും ചേർക്കാറില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോയിൽ തന്നെ ഇട്ട് വറുത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇനി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഇനി 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചമ്മന്തിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചമ്മന്തിപ്പൊടി 2-3 ദിവസം ഫ്രിഡ്ജിൽ വച്ചില്ലെങ്കിലും വെളിയിലാണ് ഇരിക്കേണ്ടതെങ്കിൽ നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. എനിക്ക് ഒരു ദിവസത്തേക്കൊക്കെ വരത്തുള്ളൂ. നമുക്ക് കുറച്ച് കൂടി ഒന്ന് വറുത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കാം. മുളക് പൊടിയൊക്കെ ചേർത്താൽ പിന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് ആയാൽ മതി. ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ചമ്മന്തിപ്പൊടി അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കല പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചമ്മന്തി പോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു കലം ചോറുണ്ണാനും വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. ഇത് തന്നെ ധാരാളമാണ്. അപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചമ്മന്തിപ്പൊടി തയ്യാറാക്കി നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ബൈ.